China boycott എന്ന പുതിയൊരു സംഭവം. What? ഇതിനെന്തായാലും ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. COVID-19 സിറ്റുവേഷൻ, ഇന്ത്യ ചൈന പൊളിറ്റിക്കൽ ടെൻഷൻ, അതിന് മേലെ അമേരിക്ക ചൈന ട്രേഡ് വാർ. സോ ഇതിനിടയിൽ കൂടി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു #, അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ബോയ്ക്കോട്ട് ചൈന സ്മാർട്ട് ഫോൺ ആൻഡ് ബൈ ഇന്ത്യൻ സ്മാർട്ട് ഫോൺസ്. കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തരുന്ന ഒരു കൺസെപ്റ്റാണ് അല്ലേ. ഇന്ത്യയിൽ പൂർണ്ണമായി നിർമ്മിച്ച ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, ഒരു ഡ്രീം സ്പേസ് ആണത്. ബട്ട് ആക്ച്വലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് പോസിബിൾ ആണോ? ഓട്ടെ, നമ്മൾ ചൈനീസ് സ്മാർട്ട് ഫോൺ എല്ലാം ബാൻ ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ആർക്കാണ് ഇതിൽ ലാഭം? ഇന്ത്യക്കോ ചൈനയ്ക്കോ? പോട്ടെ, ആർക്കാണ് ഇതിൽ നഷ്ടം? ഇന്ത്യക്കോ ചൈനയ്ക്കോ? കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഡോണ്ട് വറി അറ്റ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇതേ കാര്യമാണ്. ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ, കാരണം നമ്മൾ ഇതേപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഈ വാട്സപ്പിലൂടെ വരുന്ന ഫോർവേഡ് മെസ്സേജുകളും ഫേസ്ബുക്കിൽ വരുന്ന പോസ്റ്റുകളും പറയുന്ന പോലെ നമ്മൾ ചൈനീസ് സ്മാർട്ട് ഫോൺസ് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയി ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സോ ഓപ്പോ, വിവോ, റിയൽമി, OnePlus, സോ ഇതേപോലെയുള്ള എല്ലാ ചൈനീസ് ബ്രാൻഡ്സും നമ്മൾ ഇനി വാങ്ങുന്നില്ല. സോ ഇനി ഏത് ഇന്ത്യൻ ഓപ്ഷനാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്? ഇന്നത്തെ സിറ്റുവേഷൻ, അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നോക്കിയാൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഷെയറിൽ 5% പോലും ഒരൊറ്റ ഇന്ത്യൻ കമ്പനി ഓൺ ചെയ്യുന്നില്ല. അതുപോട്ടെ, എല്ലാ ഇന്ത്യൻ കമ്പനീസ് കമ്പൈൻഡ് ആയി ശ്രമിച്ചാൽ പോലും ആ 5% എത്തുമോ എന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. എവിടെ പോയി നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് എല്ലാം? കുറച്ച് വർഷങ്ങൾ പിറകോട്ട് പോയാൽ, അതായത് 2014 ഇന്ത്യയിൽ സെൽ ചെയ്യപ്പെട്ടിരുന്ന സ്മാർട്ട് ഫോണുകളിൽ ഓൾമോസ്റ്റ് 2/3 സ്മാർട്ട് ഫോൺ സെൽ ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യൻ കമ്പനീസിൻ്റെതായിരുന്നു. അതായത് മൈക്രോമാക്സ്, ലാവ, ഇൻടെക്സ്, അതുപോലുള്ള ഇന്ത്യൻ കമ്പനീസിന്റെ സ്മാർട്ട് ഫോൺസ് ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിരുന്നത്. സോ 2014 മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. മൈക്രോമാക്സ് അന്ന് ടോപ്പ് ലെവലിൽ നിന്ന സാംസങ്ങിനെ ഓവർടേക്ക് ചെയ്തു. സോ ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺ വിറ്റഴിഞ്ഞത് മൈക്രോമാക്സിന്റെ ആയിരുന്നു, സാംസങ്ങിൻ്റെതായിരുന്നില്ല. സോ ഇത്രയും വലിയൊരു പൊസിഷനിലായിരുന്നു ഇന്ത്യൻ ബ്രാൻഡ്സ് അന്ന് നിന്നിരുന്നത്. ബട്ട് ഇത് അധികം നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല. അടുത്ത വർഷം തന്നെ സാംസങ് തിരിച്ചു വന്നു. അതേസമയം ഓപ്പോ, വിവോ, ഷാമി പോലുള്ള കമ്പനീസും ഇന്ത്യയിൽ അവിടെ സ്മാർട്ട് ഫോൺസ് ഇറക്കാൻ തുടങ്ങി. ആ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യൻ കമ്പനീസിന് ഇതുപോലുള്ള വലിയ ബ്രാൻഡ്സിനോട് ചേർത്ത് നിൽക്കാൻ സാധിച്ചില്ല. കാരണം എന്തായിരിക്കും? കാരണം മറ്റൊന്നുമല്ല, മൈക്രോമാക്സ് പോലുള്ള കമ്പനീസിനെ എടുത്ത് നോക്കിയാൽ ആ സമയത്ത് അവർ ചെയ്തിരുന്നത് ചൈനയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യപ്പെട്ടിരുന്ന സ്മാർട്ട് ഫോൺസ് ഒരു 3rd tier or 2nd tier കമ്പനീസിൽ നിന്ന് ഇവർ വാങ്ങി, അതായത് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങി ഒരു ഇന്ത്യൻ ലാബിലൊട്ടിച്ച് സെൽ ചെയ്യുകയാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ച്വലി ചെയ്തിരുന്നത്. സോ ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിലും നമ്മൾ വാങ്ങിച്ചിരുന്നത് ചൈനീസ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. സോ ഷവമി, ഓപ്പോ, വിവോ പോലെയുള്ള ബിഗ് ബ്രാൻഡ്സ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവരോട് ഏറ്റുമുട്ടാനുള്ള ബാങ്ക് ബാലൻസോ ടെക്നോളജിയോ R&D സെന്റേഴ്സോ സ്കിൽസോ ഈ ഇന്ത്യൻ ബ്രാൻഡ്സിന് ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഓൾറെഡി ചെയ്തിരുന്നത് ചൈനീസ് സ്മാർട്ട് ഫോൺ ഇമ്പോർട്ട് ചെയ്ത് സെൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒറ്റയടിക്ക് സ്വന്തമായി ഒരു പുതിയ ഫോൺ മാനുഫാക്ചർ ചെയ്ത് വില കുറച്ച് വിൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. സോ ചൈനീസ് കമ്പനീസിന് ഇന്ത്യൻ കമ്പനീസ് ഒരു മിഡിൽ മാൻ പോലെയായിരുന്നു ആദ്യം. സോ അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിലും വില കുറച്ച് ചൈനീസ് കമ്പനിക്ക് ഡയറക്റ്റായി ഇന്ത്യയിലേക്ക് അവരുടെ സ്മാർട്ട് ഫോൺ എത്തിക്കാം. സോ അത് ഇവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഓപ്പോ, വിവോ, ഷാമി ഇതെല്ലാം വളരെ വലിയ മെച്യൂർഡ് ആയ ബ്രാൻഡ്സ് ആയിരുന്നു. അവർക്ക് സ്വന്തമായ R&D സെന്റേഴ്സും അവർക്ക് സ്വന്തമായി മാനുഫാക്ചറിങ് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഏറ്റവും വലിയ കാര്യം, അവരുടെ കയ്യിൽ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഈ കമ്പനീസ് എല്ലാം ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അവരുടെ വൻ തോതിലുള്ള മാർക്കറ്റിംഗ് ആണ്. ഷവമി പോലുള്ള കമ്പനിക്ക് ഇനീഷ്യലി പ്രോഫിറ്റ് വളരെ കുറവായിരുന്നു. ബട്ട് അത് അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. അവർക്കത് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്ക് ഓൾറെഡി അറിയായിരുന്നു ദേ വർ ബിൽഡിംഗ് എ ബിഗ് ബ്രാൻഡ് ഇൻ ഇന്ത്യ. അങ്ങനെയാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഔട്ടായത്. സോ ആസ് ഓഫ് നൗ ഇപ്പോൾ 2020 ഫസ്റ്റ് ക്വാർട്ടർ റിപ്പോർട്ട് പ്രകാരം ഓൾമോസ്റ്റ് 73% സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ ചൈനീസ് ബ്രാൻഡ്സിന്റെ ആണ്. അതിലേറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഷവമിയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ 30%
ആണ്. സോ ഈ 73 മാറ്റി വെച്ചാലും ഇന്ത്യൻ കമ്പനീസ് വരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ ഷെയർ ഉള്ളത് സാംസങ്ങിനാണ്, പിന്നെ ആപ്പിൾ വരുന്നു. അതിനെല്ലാം ഒടുവിൽ ലാസ്റ്റ് കുറച്ച് സ്മാർട്ട് ഫോൺ മാത്രമേ ഇന്ത്യൻ കമ്പനീസിന്റെ ഇപ്പോൾ വിറ്റഴിച്ചു പോകുന്നുള്ളൂ. കുറച്ച് ജെനുവിൻ ഇന്ത്യൻ കമ്പനീസ് വന്നിരുന്നു എങ്കിൽ പോലും ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. സോ അങ്ങനെ ചൈനീസ് കമ്പനീസ് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. ഇന്ത്യൻ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ എല്ലാം മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയയുമായി വന്ന ഒരു ഫേസ്ഡ് മാനുഫാക്ചറിങ് പ്രോഗ്രാമാണ് മേക്ക് ഇൻ ഇന്ത്യ. സോ നമ്മളൊരു ടെക് ചാനലായ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസിനെ പറ്റി മാത്രമാണ് കേട്ടോ. ബാക്കി പല ഇൻഡസ്ട്രീസിന്റെയും ഡൈനാമിക്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയേക്കാം. സോ അതും ഇതും നിങ്ങൾ കമ്പയർ ചെയ്ത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രീസിനെ പറ്റി മാത്രമാണ്. സോ ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒരു ഫുള്ളി മാനുഫാക്ചർഡ് സ്മാർട്ട് ഫോൺ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ടാക്സ് ഇന്ത്യൻ ഗവൺമെന്റ് കൂട്ടി. അതേസമയം ഈ സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി വരുന്ന കമ്പോണൻസ് ഉണ്ടല്ലോ, സോ ആ കമ്പോണൻസിന് ആക്ച്വലി ടാക്സ് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞൊരു ടാക്സ്. ഈ സമയം കൊണ്ട് തന്നെ എല്ലാ ചൈനീസ് കമ്പനീസും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, ഇന്ത്യയുടെ മാർക്കറ്റ് ആക്ച്വലി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ദേ ഡിസൈഡഡ് ടു ഇൻവെസ്റ്റ് മോർ ആൻഡ് മോർ ഇൻ ഇന്ത്യ ആസ് പെർ മേക്ക് ഇൻ ഇന്ത്യ ടേംസ്. സോ എല്ലാ മേജർ ചൈനീസ് കമ്പനീസും ഇന്ത്യയിൽ അവരുടെ സ്വന്തമായ R&D സെന്റേഴ്സും അസംബ്ലി പ്ലാന്റ്സും ആരംഭിച്ചു. ഓക്കെ, അസംബ്ലി കേട്ടോ, മാനുഫാക്ചറിങ് അല്ല. എല്ലാ കമ്പോണൻസും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈവൻ ഇന്ത്യയിൽ നിന്നല്ല മറ്റു പല കൺട്രീസിലും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രോസസർ ഉണ്ടാക്കുന്നത് മേ ബി ചൈനയിലായിരിക്കാം, ഡിസ്പ്ലേ മേ ബി സാംസങ് ഉണ്ടാകുന്നുണ്ടാവും, സോ അത് കൊറിയയിലാണ്. സോ അതേപോലെ തന്നെ ക്യാമറ സെൻസർ സോണിയുടെ ആയിരിക്കാം. സോ അങ്ങനെ പല പല കൺട്രീസിലാണ് പല കമ്പോണൻസും ഉണ്ടാക്കുന്നത്. സോ എല്ലാ കമ്പോണൻസും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല, ബട്ട് അസംബ്ലി ഈസ് പോസിബിൾ. സോ അതിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാ ചൈനീസ് കമ്പനീസും ഇന്ത്യയിൽ അവരുടേതായ അസംബ്ലി പ്ലാന്റ്സ് ആരംഭിച്ചത്. സോ ആസ് ഓഫ് നൗ ഇന്ത്യയിൽ സെൽ ചെയ്യപ്പെടുന്ന ചൈനീസ് സ്മാർട്ട് ഫോണുകളിൽ അബൌട്ട് 90% അസംബിൾ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. സോ ഇതൊരു ഫുൾ സർക്കിൾ പോലെയാണ്. 2014 ഇന്ത്യൻ കമ്പനീസ് ചൈനയിൽ അസംബിൾ ചെയ്യപ്പെട്ട സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ സെൽ ചെയ്യുമ്പോൾ 2020 ആയപ്പോഴേക്കും ചൈനീസ് കമ്പനീസ് ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ അസംബിൾ ചെയ്ത് ഇന്ത്യയുടെ ലേബിൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ സെൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ പല സ്മാർട്ട് ഫോൺസിന്റെയും കേസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മേഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ചൈനീസ് കമ്പനി ആണെങ്കിലും ഇപ്പോൾ അസംബിൾ ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലാണ്. ഇത് ചൈനീസ് കമ്പനീസിന്റെ മാത്രം കാര്യമല്ല, ഇവൻ സാംസങ്, ആപ്പിൾ ഇവരെല്ലാം തന്നെ ഇന്ത്യയിൽ അവരുടെ അസംബ്ലി പ്ലാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവൻ സാംസങ്ങിന് വളരെ വലിയ R&D സെന്റേഴ്സ് വരെ ഇന്ത്യയിലുണ്ട്. സോ ദീസ് കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഹെവിലി ഇൻ ഇന്ത്യ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബോയ്ക്കോട്ട് ചൈന എന്ന് പറഞ്ഞ് ചൈനീസ് സ്മാർട്ട് ഫോൺ വാങ്ങുന്നത് കംപ്ലീറ്റ് ആയി നിർത്തി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഡെഫിനറ്റ്ലി ചൈനീസ് കമ്പനീസ് അവർ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണല്ലോ അവരിവിടെ വന്ന് ബിസിനസ് ചെയ്യുന്നത്. ബട്ട് അതേപോലെ തന്നെ ഈ സിറ്റുവേഷനിൽ ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യത്തെ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഹൈലി സ്പെക്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഇത്തരത്തിലുള്ള കമ്പനീസ് വരുന്നത് കാരണം ഇന്ത്യയിൽ വലിയ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഈ കമ്പനീസ് എല്ലാം കൂടുതൽ ഇന്ത്യയിൽ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിലൂടെയും അവരുടെ R&D സെന്റേഴ്സ് നിർമ്മിക്കുന്നതിലൂടെയും അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് സെൽ ചെയ്യുന്നതിലൂടെയും ഇന്ത്യൻ ഗവൺമെന്റിന് ഒരുപാട് ടാക്സും അടയ്ക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെന്റിന് വലിയൊരു ഇൻകം തന്നെയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, അവരുടെ എല്ലാ പ്ലാന്റുകളിലും എല്ലാ R&D സെന്റേഴ്സിലും ബാക്കി എല്ലാ ഡിവിഷനിലും എംപ്ലോയ്മെന്റ് ലഭിക്കുന്നത് ഇന്ത്യൻ ജനതയ്ക്കാണ്. 2020 ജനുവരിയിൽ ഷവോമിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തത് ഓൾമോസ്റ്റ് 50,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതേപോലെ തന്നെയാണ് ഓപ്പോ, വിവോ, റിയൽമി ഇതുപോലുള്ള മറ്റു പല ബ്രാൻഡുകളും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ലോക്കൽ കമ്പോണൻസ് ഈ സ്മാർട്ട് ഫോണുകളിൽ യൂസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇന്ത്യൻ ലോക്കൽ ബിസിനസ്സിനെയും ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഇത്തരത്തിലുള്ള വലിയ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് R&D സെന്റേഴ്സ് എല്ലാം തുടങ്ങുമ്പോൾ വലിയൊരു സ്കിൽ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുന്നത്. ഇത് ഇന്ത്യയുടെ തന്നെ ഫ്യൂച്ചർ ബൂസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. സോ ഇതിൽ നിന്നെല്ലാം വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, കംപ്ലീറ്റ്ലി ഒരു സ്മാർട്ട് ഫോൺ പുറത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് സെൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ബെനിഫിഷ്യൽ ഫോർ ഇന്ത്യ. ബട്ട് ഇപ്പോൾ നടക്കുന്ന പോലെ ഇന്ത്യയിലേക്ക് കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത സ്മാർട്ട് ഫോൺ സെൽ ചെയ്യപ്പെടുമ്പോൾ ചൈനീസ് കമ്പനീസിനും ഗുണമുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. അതേപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. സോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാ ചൈനീസ് ബ്രാൻഡ്സിനെയും ബോയ്ക്കോട്ട് ചെയ്ത് ഇന്ത്യയുടെ ഒരു ഷവോമി, ഇന്ത്യയുടെ ഒരു സാംസങ് പോലുള്ള കമ്പനി
കമ്പനി വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്, സ്പെഷ്യലി ഇൻ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി. കാരണം ഒരുപാട് സാച്ചുറേറ്റഡ് ആയ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി. അതിൽ പുതിയൊരു കമ്പനി വരിക, അതും ഇന്ത്യയിൽ തന്നെ കംപ്ലീറ്റ്ലി മാനുഫാക്ചർ ചെയ്യപ്പെടുന്ന സ്മാർട്ട് ഫോണുകൾ സെൽ ചെയ്യുന്ന ഒരു കമ്പനി വരിക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രസന്റ് സെനാരിയോയിൽ. ഫ്യൂച്ചറിൽ ഇത് നടക്കാം ഡെഫിനറ്റ്ലി, ബട്ട് അതിനൊരുപാട് സമയം ആവശ്യമാണ്. ചൈനീസ് കമ്പനീസിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. സോ ഇന്ത്യയിൽ ഒരു പാർട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ പകുതിയോ അതിൽ കുറവോ മാത്രം മതി ചൈനയിൽ പോയി അതേ പാർട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെക്നോളജിയും R&D സെന്റേഴ്സും സ്കിൽസും വളരെ കൂടുതലാണ്. ഈവൻ ആപ്പിൾ പോലെയുള്ള വലിയ ബ്രാൻഡ്സിന്റെ പോലും ഒരുപാട് പാർട്സ് മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത് ചൈനയിലാണ്. സോ ഈ ഫാക്ട്സ് എല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആസ് ഓഫ് നൗ ഫുള്ളി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത പലർക്കും ഈസിലി അഫോർഡബിൾ ആയി വാങ്ങാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വപ്നം മാത്രമാണ്. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഇന്ത്യ ആസ് ഓഫ് നൗ കറക്റ്റ് ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അസംബ്ലീസ് എല്ലാം നടക്കുന്നുണ്ട്, ലോക്കൽ വെൻഡേഴ്സ് ബൂസ്റ്റായി വരുന്നുണ്ട്, അപ്പോൾ ലോക്കൽ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കാലം വരും, ഒരു സമയം വരും, ഹോപ്പ്ഫുള്ളി ഇൻ വിച്ച് an Indian brand will make great phones. അതേസമയം ബോയ്ക്കോട്ട് ചൈനീസ് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്ന ഒരു ഐഡിയയ്ക്ക് umntechന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ നൽകുക എന്നുള്ളൊരു മോട്ടീവുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. സോ അത് പ്രകാരം നോക്കിയാൽ ആസ് ഓഫ് നൗ 90% ഓർ മോർ ചൈനീസ് സ്മാർട്ട് ഫോൺ ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റിന് ഒരുപാട് ടാക്സ് ലഭിക്കുന്നുണ്ട്, ഇന്ത്യൻ ജനങ്ങൾക്ക് വളരെ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺസ് ലഭിക്കുന്നുണ്ട്, അതിലുപരി ഒരുപാട് ഇന്ത്യൻ ആളുകൾക്ക് ജോലിയും ലഭിക്കുന്നുണ്ട്. സോ ഇനി ഞങ്ങളുടെ ചോദ്യം നിങ്ങളോടാണ്, ഈ ഒരു വിഷയത്തിൽ ബോയ്ക്കോട്ട് ചൈന സ്മാർട്ട് ഫോൺ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചൈനീസ് സ്മാർട്ട് ഫോൺ ബോയ്ക്കോട്ട് ചെയ്യണോ ഇപ്പോൾ? അതിലാർക്കാണ് ലാഭം, നമുക്കോ ചൈനയ്ക്കോ? അതിലാർക്കാണ് നഷ്ടം, നമുക്കോ ചൈനയ്ക്കോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായി ഷെയർ ചെയ്യുക. ലെറ്റ് ദം ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റി. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ.